പോക്സോ കേസ് പ്രതി സ്കൂൾ പ്രവേശനോത്സവത്തിൽ പങ്കെടുത്ത സംഭവത്തിൽ സ്കൂൾ അധികൃതർക്ക് വീഴ്ച പറ്റിയെന്ന് റിപ്പോർട്ട്. ഫോർട്ട് സ്കൂളിലെ പ്രഥമാധ്യാപകന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ സാധിക്കില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. റിപ്പോർട്ട് പരിശോധിച്ച തുടർ നടപടി സ്വീകരിക്കാനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. തിരുവനന്തപുരം ഫോർട്ട് ഹൈസ്കൂളിലെ പ്രവേശനോത്സവത്തിൽ പോക്സോ കേസ് പ്രതിയായ വ്ലോഗർ മുകേഷ് എം നായർ പങ്കെടുത്തതിൽ സ്കൂളിന് വീഴ്ച പറ്റി എന്നതാണ് വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ റിപ്പോർട്ടിലെ കണ്ടെത്തൽ. സംഭവം ഗുരുതര വീഴ്ചയാണ് എന്ന് പറയുന്ന റിപ്പോർട്ടിൽ ഉത്തരവാദിത്വത്തിൽ നിന്ന് സ്കൂളിന് ഒഴിഞ്ഞുമാറാൻ സാധിക്കില്ലെന്നും ചൂണ്ടിക്കാട്ടുന്നു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നൽകിയ റിപ്പോർട്ട് മന്ത്രി വി ശിവൻകുട്ടിക്ക് കൈമാറി. റിപ്പോർട്ട് പരിശോധിച്ച് നടപടിയെടുക്കാൻ സ്കൂൾ മാനേജറോട് നിർദ്ദേശിക്കുമെന്നും വീഴ്ച വരുത്തിയാൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കർശനമായ നടപടിയിലേക്ക് കടക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം പോക്സോ കേസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതുമായി സമാനതയുള്ള മറ്റ് പ്രവൃത്തികളിൽ ഏർപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ അതികർശനമായ നടപടി സ്വീകരിക്കുന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും പോക്സോ കേസ് പ്രതിയെ പ്രവേശനോത്സവത്തിൽ പങ്കെടുപ്പിച്ചത് ശരിയായില്ല. അത്തരക്കാരെ സംസ്ഥാനത്തെ സ്കൂളിൽ നടക്കുന്ന ഒരു പൊതുചടങ്ങിലും പങ്കെടുപ്പിക്കുവാൻ പാടില്ല എന്നുള്ള കാര്യം കൂടി ഞാൻ വ്യക്തമാക്കുകയാണ്. വിദ്യാഭ്യാസ ഉപഡയറക്ടർ അന്വേഷണത്തിന് വേണ്ടി അപ്പോൾ തന്നെ ഞാൻ ചുമതലപ്പെടുത്തി. പ്രവേശനോത്സവത്തിന്റെ സഹസംഘാടകരായ സന്നദ്ധ സംഘടന ജൂനിയർ ചേംബർ ഇന്റർനാഷണലാണ് മുകേഷ് എം നായരെ ചടങ്ങിലേക്ക് ക്ഷണിച്ചതെന്ന് അവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് വാർത്താക്കുറിപ്പും അവർ പുറത്തിറക്കി. എന്നാൽ മുകേഷ് എം നായരുടെ പശ്ചാത്തലം പരിശോധിച്ചില്ലെന്നും ഇതേ തുടർന്ന് സ്കൂളിനും സ്കൂളിലെ പ്രഥമാധ്യാപകനും ഉണ്ടായ ബുദ്ധിമുട്ടിൽ ഖേദിക്കുന്നതായും അവർ അറിയിച്ചു. അതേസമയം ഫോർട്ട് സ്കൂളിലെ പ്രഥമാധ്യാപകൻ മന്ത്രിയെ നേരിൽ കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.